ഈ സാധാരണക്കാരെ സംബന്ധിച്ച് ഈ 20,000 എന്നൊക്കെ പറയുന്നത് എന്തായാലും ഒരു വലിയ തുകയാണ്. പിന്നെ ആണോന്നോ 4 പേരടങ്ങുന്ന ഒരു ഫാമിലിക്ക് വേണ്ടിയിട്ട് 20,000 രൂപ വെച്ചിട്ട് ഏകദേശം ഒരു 80,000 രൂപ എടുത്ത് ഇത് 355 രൂപയ്ക്ക് 5 ലക്ഷം രൂപയുടെ ഒരു പോളിസി. അതുപോലെ തന്നെ 555 രൂപയ്ക്ക് 10 ലക്ഷം രൂപയുടെയും 755 രൂപയ്ക്ക് 15 ലക്ഷം രൂപയുടെ പോളിസി. പ്രിയപ്പെട്ടവരെ, ഇന്ന് സോഷ്യൽ മീഡിയയുടെ കാലമാണ്. യൂട്യൂബിലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ നല്ല നല്ല കണ്ടന്റുകൾ നമ്മൾ കാണാറുണ്ട്. നമുക്ക് ഒരുപാട് നോളജും കിട്ടാറുണ്ട്. പക്ഷെ ചിലരെങ്കിലും കൃത്യമായ നോളജോ അല്ലെങ്കിൽ പറയുന്ന കാര്യത്തെപ്പറ്റി വ്യക്തതയോ പഠനമോ ഒന്നുമില്ലാതെ എന്തൊക്കെയോ വീഡിയോ ചെയ്യാറുണ്ട്. ഒരു പക്ഷേ റീച്ച് കിട്ടാനും അത് വൈറലാവാനും ഒക്കെ വേണ്ടിയാകാം. അങ്ങനെ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം ശ്രദ്ധയിൽപ്പെട്ടു. ഒരുപാട് ആളുകൾ അതിനെപ്പറ്റി ചോദിക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് ഒന്നുമല്ല, ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റിയാണ്. പലപ്പോഴും പലരും ചെയ്യുന്ന വീഡിയോ ആണ്. ഹെൽത്ത് ഇൻഷുറൻസ് ഫ്രീ ആയിട്ട് കിട്ടും, കേന്ദ്രത്തിന്റെ ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട്, സ്റ്റേറ്റിന്റെ ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പലപ്പോഴും പല വീഡിയോകളും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഇങ്ങനെ പ്രചരിക്കാറുണ്ട്. അങ്ങനെ ഒരു വീഡിയോയാണ് ഇന്നലെ കാണാനിടയായത്. വീഡിയോ ചെയ്യുന്ന ആൾക്കും പറയുന്ന ആൾക്കും ഇതിനെപ്പറ്റി യാതൊരു ബോധ്യവുമില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഹോസ്പിറ്റലിൽ പോകാനായിട്ട് ഭയങ്കര പേടിയാണ്. കാരണം കയ്യിൽ നിന്ന് കാശ് ഇറങ്ങുന്ന വഴി അറിയത്തില്ല. ഹോസ്പിറ്റൽസിലൊക്കെ അഡ്മിറ്റ് ചെയ്യണതിന് മുമ്പ് ഇൻഷുറൻസ് ഉണ്ടോ എന്ന് അന്വേഷിച്ചിട്ട് അഡ്മിറ്റ് ചെയ്യണ ഒരു അവസ്ഥയിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടോ എന്ന് അന്വേഷിക്കാറുണ്ട്. പക്ഷേ ഇവിടെ കാണിക്കുന്ന പോലെയും പറയുന്ന പോലെയും അത് ഹെൽത്ത് ഇൻഷുറൻസ് ആണ്, ലൈഫ് ഇൻഷുറൻസ് അല്ല. പക്ഷെ ഒരു ഇൻഷുറൻസ് കവറേജ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ചുരുങ്ങി ഒരു 20,000 രൂപ, ഒരു 5 ലക്ഷം രൂപയുടെ കവറേജിനാകും. ഈ സാധാരണക്കാരെ സംബന്ധിച്ച് ഈ 20,000 എന്നൊക്കെ പറയുന്നത് എന്തായാലും ഒരു വലിയ തുകയാണ്. പിന്നെ ആണോന്നോ 4 പേരടങ്ങുന്ന ഒരു ഫാമിലിക്ക് വേണ്ടിയിട്ട് 20,000 രൂപ വെച്ചിട്ട് ഏകദേശം ഒരു 80,000 രൂപ എടുത്ത് 80,000 രൂപയാണ് ഒരു ഫാമിലിക്ക്, അതായത് 4 പേരടങ്ങുന്ന ഒരു ഫാമിലിക്ക് 80,000 രൂപയാക്കുമെന്നാണ് പറഞ്ഞത്. ആലോചിച്ച് നോക്കിയാൽ യാതൊരു കാര്യങ്ങളും അറിയാതെയാണ് ഈ സംസാരിക്കുന്നത്. കാരണം നമുക്കറിയാം, ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഹെൽത്ത് ഇൻഷുറൻസ് സെയിൽ ചെയ്യുന്ന 2 കമ്പനികളെടുത്താൽ അതൊന്ന് സ്റ്റാർ ഹെൽത്ത് ആണ്, ടാറ്റയാണ്, HDFC എർഗോയാണ്, ഇങ്ങനെയുള്ള കമ്പനികളൊക്കെ ഉണ്ട്. അപ്പം ഇവരുടെ ഒരു നല്ല പ്രൊഡക്റ്റിൻ്റെ പ്രീമിയം നോക്കുകയാണെങ്കിൽ ഒരു 35 വയസ്സിന് താഴെയാണ് പ്രായമെങ്കിൽ ഒരു ഹസ്ബൻഡ്, വൈഫ്, 2 കുട്ടികളടങ്ങുന്നവർക്ക് ശരിക്കും പറഞ്ഞാൽ 15,000 രൂപ പ്ലസ് GST ആണ് വരുന്നത്. ഏറ്റവും നല്ല പ്രൊഡക്റ്റ് ആണെങ്കിൽ പോലും 5 lakhs കവറേജ് ലഭിക്കുന്ന ഒരു പ്രൊഡക്റ്റിന് ഈവൻ അത് GST തിരിച്ചു കിട്ടുന്ന രീതി പോലും NRIകൾക്ക് വരാൻ പോകുന്നു. പല കമ്പനികൾ കൊടുത്തു തുടങ്ങിയിട്ടുമുണ്ട്. അപ്പോൾ GST ഇല്ലാതെ നോക്കുകയാണെങ്കിൽ ശരിക്കും ഒരു 15,000 രൂപയാണ് ഒരു ഫാമിലിക്ക് വരുന്നത്. ഇവർ പറഞ്ഞത് 80,000 രൂപ എന്നാണ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഇവർ യാതൊരു സ്റ്റഡി നടത്താതെ വെറുതെ പറയുന്ന ആ വീഡിയോ ആണിതെന്ന്. ഓക്കെ, നമുക്ക് നോക്കാം. 80,000 രൂപ ഒരു വർഷം അടയ്ക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. പക്ഷെ പേടിക്കേണ്ട ആവശ്യമില്ല. പേടിക്കേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് പേടിക്കേണ്ടത്? നമ്മുടെ ഇന്ത്യൻ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് ഇപ്പൊ ഭയങ്കര മിതമായ തുകയില് നമുക്ക് വേണ്ടി ഇപ്പൊ ഇൻഷുറൻസ് ഒരുക്കിയിട്ടുണ്ട്. അതായത് ഇന്ത്യൻ പോസ്റ്റ് പേയ്മെന്റ് നമുക്ക് വേണ്ടിയിട്ട് വളരെ ചെറിയ നിരക്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് ഒരുക്കിയിട്ടുണ്ട്. നല്ല കാര്യം അല്ലേ? നമുക്ക് നോക്കാം. ഇത് 355 രൂപയ്ക്ക് 5 ലക്ഷം രൂപയുടെ ഒരു പോളിസി. അതുപോലെ തന്നെ 555 രൂപയ്ക്ക് 10 ലക്ഷം രൂപയുടെയും 755 രൂപയ്ക്ക് 15 ലക്ഷം രൂപയുടെ പോളിസിയുണ്ട്. മാത്രമല്ല, ഇന്നത്തെ ഹെൽത്ത് പ്ലസ് ആക്സിഡന്റ് കവറേജ് ആണ് വരുന്നത്. നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും അസുഖം വന്നാലോ അല്ലെങ്കിൽ ഇപ്പൊ ഭയങ്കര നമുക്ക് പറയാൻ പറ്റത്തില്ല, ഇന്നത്തെ കാലമല്ലേ, എന്തെങ്കിലും പെട്ടെന്ന് ഒരു ആക്സിഡന്റ് വന്നാലോ നമുക്ക് ഈ ഇൻഷുറൻസ് ഉപയോഗിക്കാം. സാധാരണ ഇപ്പൊ ഗതിയിൽ പറഞ്ഞിട്ടുള്ളത് ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ ഏകദേശം ഒരു 2 വർഷം കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് പോളിസീസ് കിട്ടത്തുള്ളതാണ്. പക്ഷെ ഇതിന്റെ അകത്ത് നമുക്കൊരു 2 മാസം കഴിഞ്ഞാൽ അതിനൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് നിങ്ങൾ എവിടെ പോയി അപ്ലൈ ചെയ്യുന്നതായിരിക്കും ചിലപ്പോൾ ഇവിടെ ചിന്തിക്കുക. വേറെങ്ങും പോകണ്ട, നമ്മുടെ അടുത്തുള്ള ഒരു പോസ്റ്റ് ഓഫീസിൽ ചെന്നാൽ മതി. അവിടെ നമുക്ക് ഇതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു തരും. പോസ്റ്റ് ഓഫീസ് മുഖേനയുള്ള ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയാണിത്. സോ മോർണിംഗ് ഡ്രൈവിൽ ഇതുപോലത്തുള്ള എനിക്ക് അവരുടെ അവതരണമൊക്കെ ഇഷ്ടപ്പെട്ടു. വളരെ നിഷ്കളങ്കരായി സംസാരിക്കുന്ന 2 വ്യക്തികളാണ്. പക്ഷേ പറയുന്നത് മുഴുവൻ റോങ് ആണ്. പ്രത്യേകിച്ച് ഈ ഒരു കാര്യം ലഭ്യമല്ല, ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് നിലവിലില്ല. ഹെൽത്ത് ഇൻഷുറൻസ് അല്ല അത് ശരിക്കും ആക്സിഡന്റൽ ഡെത്ത് കവറേജ് പോളിസിയാണ്. അവർക്ക് പറ്റിയ ഒരു അബദ്ധമാകാം, അല്ലെങ്കിൽ അവർ അതിനെപ്പറ്റി പഠിക്കാതെ ആരോ പറഞ്ഞു കൊടുത്ത ഏതോ ഒരു കണ്ടന്റ് എടുത്ത് രാവിലെ മോർണിംഗ് ഡ്രൈവിൽ ഇരുന്ന് വീഡിയോ ചെയ്യുന്നവരാണ് 2 പേരും. അപ്പോൾ എനിക്ക് പരിചയമുള്ള 2 പോസ്റ്റ് ഓഫീസിൽ ഞാൻ ബന്ധപ്പെട്ടിരുന്നു. അവരെല്ലാവരും പറഞ്ഞത് ഇതാണ്: ഒരുപാട് ആളുകൾ ഡെയിലി ഇങ്ങനെയുള്ള വീഡിയോ കണ്ടിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കാൻ പോസ്റ്റ് ഓഫീസിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അപ്പം ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ പറഞ്ഞത് ഒരു റോങ് ഇൻഫർമേഷൻ ആണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ അവതരണം മികച്ചതാണ്, നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. പക്ഷേ പറയുന്ന കാര്യങ്ങൾക്ക് വ്യക്തത ഉണ്ടാകണം. പ്രത്യേകിച്ചും ഈ ഇൻഷുറൻസിനെ പറ്റിയൊക്കെ പറയുമ്പോൾ ആളുകൾക്ക് വേണ്ട ഒരു പ്രൊഡക്റ്റാണ്. തീർച്ചയായിട്ടും ഈ കാര്യം ലഭിച്ചാൽ ഇന്ത്യയിലുള്ള ആളുകൾക്കൊക്കെ ഉപയോഗമാണ്. കാരണം 140 കോടി ആൾക്കാർക്ക് ഈ ചെറിയ റേറ്റിൽ ഇൻഷുറൻസ് പോളിസി, പ്രത്യേകിച്ച് ഹെൽത്ത് ഇൻഷുറൻസ് ലഭിക്കുന്നു എന്ന് വെച്ചാൽ വലിയ കാര്യമാണ്. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇന്ത്യ പോലെ ഒരു രാജ്യത്ത്
140 കോടി ജനങ്ങൾക്ക് ഇങ്ങനെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എങ്ങനെ കൊടുക്കാൻ സാധിക്കും? ഈ ബുദ്ധിമുട്ടാണ്. കാരണം 140 കോടി ആൾക്കാർക്ക് ഈ 15 ലക്ഷം രൂപയുടെ പ്രോഡക്റ്റ് 755 രൂപയ്ക്ക് കൊടുക്കുമെന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ പോലെ ഒരു രാജ്യത്ത് അടുത്ത കാലത്ത് ഒന്നും തന്നെ സംഭവിക്കില്ല. കാരണം വികസിത രാജ്യങ്ങൾ ലൈക്ക് ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് ഇങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ പണ്ട് മുതലേ വർഷങ്ങൾക്ക് മുമ്പ് പോലെ ഇത് കൊടുക്കുന്നുണ്ട്. കാരണം അത് വികസിത രാജ്യമാണ്, പോപ്പുലേഷൻ വളരെ കുറവുള്ള രാജ്യങ്ങളാണ്, അവിടെ കൊടുക്കാൻ പറ്റും. പക്ഷെ നമ്മുടെ രാജ്യത്ത് അത് കുറേ നാളത്തേക്ക് പോസിബിൾ അല്ല എന്നുള്ളത് സത്യാവസ്ഥയാണ്. അതുകൊണ്ട് ഹെൽത്ത് ഇൻഷുറൻസ് കിട്ടും, പഞ്ചായത്തിൽ പോയാൽ മതി, വില്ലേജിൽ പോയാൽ മതി, പോസ്റ്റ് ഓഫീസിൽ പോയാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഫേക്ക് വീഡിയോസ് ചെയ്യുമ്പോൾ കൃത്യമായി നിങ്ങൾ പഠിച്ചിട്ട് മാത്രമേ ചെയ്യാവൂ എന്ന് നിങ്ങളോട് വീണ്ടും അപേക്ഷിക്കുകയാണ്. താങ്ക് യു.